ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ന്യൂ വിഷൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാടിൽ നിങ്ങളുടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം മാറ്റാനുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് നമുക്ക് മാത്രമാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളത് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നിങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം വേറൊരു രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം കണ്ടതുപോലെ അല്ല. നിങ്ങൾ ചില കാര്യങ്ങളിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു വീക്ഷണത്തിലൂടെ മറ്റൊരു കാര്യത്തെ കാണാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് ഒരു പുതിയ പ്രകാശം വന്നതുപോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്ന ഒരു കാര്യമല്ല. അതായത് ചിലപ്പോൾ നിങ്ങൾ അതൊന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന്, അതും സ്പിരിച്വലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ യുണീക്കാണ് എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയുക. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ പോലെയാകാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന അറ്റൻഷൻ അത് നമുക്ക് വേണമെന്ന് ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കും. അതിപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസിലായാലും അല്ലെങ്കിൽ ചിന്തകളിലായാലും ഒക്കെ നമ്മൾ മറ്റൊരാളിനെ പോലെ അല്ലെങ്കിൽ മറ്റൊരാളിനെ കോപ്പി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യുണീക്കാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മളെ നമ്മളായിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അത് മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വേറെ ആർക്കും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. ഇതിൽ ആരുടെയും ഒരു ഗൈഡൻസ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് ഉള്ളതാണ് തീർച്ചയായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട വഴി എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഇവിടെ തീർച്ചയായിട്ടും ഒരു റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാവണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഭയം പാടില്ല. അതായത് മുന്നോട്ട് പോയാൽ എന്താകും എന്ന് ചിന്തിക്കാതെ നിങ്ങൾ സെൽഫ് ഡൗട്ട് ഒന്നും ഇല്ലാതെ നിങ്ങളിവിടെ മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും ധൈര്യമുണ്ടാകും. അപ്പോൾ നമ്മൾ അത്രയും
ധൈര്യത്തോടു കൂടി ഒരു പുതിയ ചാപ്റ്റർ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കാനൊക്കെ തയ്യാറാവുക. ഇപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാതെ ആരും തന്നെ ഒരു കാര്യവും നേടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ സപ്രഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടക്കി വെച്ചിട്ടുള്ള കുറച്ച് വികാരങ്ങൾ, നിങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മാനസികമായി ഉപദ്രവിച്ച് പ്രതികരിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ശരിക്കും നിങ്ങൾ പാസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകൾ അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തലുകൾ അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ ഒത്തിരി കാര്യങ്ങൾ അത് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും ഇവിടെ ഹീല് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ കുറേ സങ്കടങ്ങൾ, ഭയം ഇവയെല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം ഓക്കെയാണ്, ഒരു പ്രശ്നങ്ങളുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചില സമയങ്ങളിൽ തിരമാല പോലെ അത് തിരിച്ചു വരും. ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ പല വിഷമങ്ങളും നിങ്ങളിവിടെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ അതിൽ നിന്ന് പുറത്തു കടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് റീബർത്ത് ആണ്. നിങ്ങളുടെ ലൈഫ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്ന കുറച്ചധികം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സമയം എത്തുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും എന്നാണ്. ഇതിൽ പുതിയ തുടക്കമാണ്. എൻഡായി പോയി എന്ന് വിചാരിച്ച പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് പൂർണ്ണമായും എൻഡായി പോയില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ചിലപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ചിരുന്നിരിക്കാം ഇത് പൂർണ്ണമായിട്ടും എൻഡായി പോയി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇനി അത് സംഭവിക്കൂല എന്ന് വിചാരിച്ച അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും അതിലൊരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ് വരാൻ പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരൊരു ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ഒരു കാര്യം അത് സക്സസ്ഫുൾ ആകാഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യമാവാം. അപ്പോൾ അത് ചിലപ്പോൾ അത് ബിസിനസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും ഹീലിംഗ് പോലുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ചിലപ്പോൾ നിർത്തിയതായിരിക്കാം. അത്തരത്തിൽ എൻഡാക്കിയ ഒരു കാര്യം അത് നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾക്കിവിടെ മാറാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ കാണാം ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നിങ്ങൾ ഹീല് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു ഹീലിംഗ് നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഹീല് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ സ്വയം ഹീല് ചെയ്താലും അത് ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് നിങ്ങളിൽ നിന്ന് പോവുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലർക്ക് അത് ദൈവമായിട്ട് നിങ്ങളുടെ ആ ഒരു വേദന കണ്ട് ഒരു ഹീലിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ഹീലിംഗ് മൊറാലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു മാറ്റങ്ങളും നാളിതുവരെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവം തന്നെ നിങ്ങളെ ഹീല് ചെയ്യാൻ തയ്യാറാവുന്നു എന്നാണ്.
ഒരു ഹീലിംഗ് നിങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെ നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ ഒരു എനർജിയാണ്. നിങ്ങൾക്ക് വളരെയധികം സൈലന്റ് എനർജിയിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് സന്തോഷത്തിലുപരി നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ഈ സമയം ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളിൽ തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈവൻ നിങ്ങൾ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ആളുകളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഹീലിംഗ് ഒന്നും ഇതുവരെയും ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും, നിങ്ങൾ വെറുതെ ഒന്ന് കണ്ണടച്ച് ഒരു സ്ഥലത്തിരുന്നാൽ പോലും ഈ ഒരു സമയം നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ ഒരു എനർജി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഹീല് ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനോടുകൂടി ദൈവമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഹീല് ചെയ്യുന്നുണ്ട്. ഇവിടെ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ചില ആൾക്കാരുടെ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള അനുഗ്രഹങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നഷ്ടപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഇവിടെ ശ്രദ്ധ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയാകാം, അല്ലെങ്കിൽ ഏറെ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളെ വിട്ടു പോയതാകാം. കാരണം നിങ്ങളിവിടെ ഒരുപാട് വിഷമങ്ങൾ അടക്കി പിടിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ ചില ആളുകളുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കിയതിൻ്റെ ഒരു വിഷമം ആകാം നിങ്ങൾക്കുള്ളത്. അവർ നിങ്ങളോട് പുറമേ ചിരിച്ചു നിന്നിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ഉയർച്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷമോ ഒന്നും തന്നെ ആഗ്രഹിക്കാത്തവരാകാം അവർ. നിങ്ങളവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ അവർ പല കാര്യങ്ങൾക്കും ഇങ്ങനെ മുതലെടുത്തിട്ടുണ്ടാവാം. അത് ഓഫീസിലോ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരുമാകാം. അപ്പോൾ നിങ്ങൾ അവരുടെ യഥാർത്ഥ മുഖം ഒരുപക്ഷെ ഈ ഒരു സമയം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തി നിങ്ങളുടെ സ്നേഹം പോലും വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ഉള്ളിലൊതുക്കി ആരോടും ഒന്നും തന്നെ തുറന്നു പറയാൻ പറ്റാതെ അല്ലെങ്കിൽ സന്തോഷിക്കാനാവാതെ എപ്പോഴും പാസ്റ്റിലെ ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ. എന്നാൽ ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത് അതിൽ നിന്ന് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക എന്നാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കുന്നുണ്ട്, ഒരു റീബർത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഹീല് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആകാം, നമ്മളുടെ കുട്ടിക്കാലത്തുണ്ടായ നമ്മളെ വിഷമിപ്പിക്കുന്ന മെമ്മറീസ്, അത് നമ്മളുടെ സോളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നർ ചൈൽഡിൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളും നമ്മളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പലരും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരിക്കാം, നമ്മുടെ ആഗ്രഹിച്ചതൊന്നും ചിലപ്പോൾ അവർ തരാതിരുന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ പെയിനായിട്ട് ട്രോമയായിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങളിപ്പോൾ ഹീല് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു സമയം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ഹീലിംഗ് നടക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ പ്ലേഫുൾനെസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങളൊന്ന് മനഃപൂർവ്വം ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തതിൻ്റെ ഫലമായിട്ട് പ്രപഞ്ചശക്തിയും അതിനു വേണ്ടിയിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്, അതും ഒരുപാട് സന്തോഷത്തോടു കൂടി. നിങ്ങൾക്ക് എവിടെ നിന്നാണോ ഒരു സന്തോഷം ലഭിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒന്നിലധികം കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അത് നിങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി
ഇവിടെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇത് നിങ്ങളുടെ സമയമാണ് എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള, നിങ്ങളുടെ സത്യത്തിനും നിങ്ങളുടെ നന്മയ്ക്കുമൊക്കെയുള്ള ഒരു പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്ന സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ ഇത് എനിക്ക് സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള പല അവസരങ്ങളും ദൈവമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഐസൊലേഷൻ എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും ആ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. കാരണം പുറത്തിറങ്ങാൻ പറ്റാതെ, നമ്മുടെ ഇഷ്ടങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫേസ് മാറി നിങ്ങൾ ധൈര്യം സംഭരിച്ച് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് കാണിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ സന്തോഷം കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള പല അവസരങ്ങളും ഈശ്വരൻ നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ മാറി ചിന്തിക്കേണ്ട ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇത്തരത്തിൽ മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പുതിയ തുടക്കം, പുതിയ കാര്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ്, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുമെന്നുള്ളതാണ്. അത് പുറത്തുനിന്ന് ആരും തരുന്നതല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു കാര്യം വരുന്നുണ്ട്. തീർച്ചയായിട്ടും എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം ഇപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ളൊരു തോന്നൽ, അത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ പവറോ അല്ലെങ്കിൽ ഏറ്റവും വിശ്വസിക്കുന്ന ഒരു കാര്യം, അത് എന്തുമാകാം. അപ്പോൾ അത് നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും വേദനയും അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളിലുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് ഇതൊരു തീർച്ചയായിട്ടും ഇതൊരു ഹീലിംഗ് ഫേസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു സമയം നിങ്ങൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്കിരിക്കാനൊക്കെ ഒന്ന് ആഗ്രഹിക്കും. അപ്പോൾ ആരും വേണ്ട എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അത് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളുടെ ഇന്നർ ഹീലിംഗ് നടക്കുന്നത് കൊണ്ടാണ്. നമ്മളുടെ ഉള്ളിൽ നമ്മുടെ സോള് ഹീല് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സോളൊരു സൈലന്റ് ഫേസിലായിരിക്കും, ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും. അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഹീലിംഗ് നടക്കുന്നതിലൂടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ ഫുൾ കാർഡാണ്, ഒരു പുതിയ തുടക്കമാണ്. അതായത് വളരെ കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ പ്രതിബന്ധങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ എന്തൊക്കെ കടമ്പകളാണ് നിങ്ങൾ കടക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെ നിങ്ങളെ എതിർക്കും, ഇതൊക്കെ നിങ്ങൾക്കറിയുന്നുണ്ടാവാം. അങ്ങനെ അറിഞ്ഞിട്ടും നിങ്ങളിവിടെ മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ഏതൊരു തടസ്സത്തെയും നിങ്ങൾ ഫേസ് ചെയ്യാൻ ഇവിടെ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. അതായത് വരുന്നിടത്ത് വെച്ച് കാണാം, അങ്ങനത്തെ ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കമുണ്ട്. പിന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ സന്തോഷിപ്പിക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടാണോ സന്തോഷം കിട്ടുന്നത്, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ മറ്റു പലതിനും വേണ്ടിയിട്ട് ഓട്ടപ്പാച്ചിൽ നടത്തുന്നതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്ലേഫുൾനെസ്സും പറയുന്നത് അതാണ്. അപ്പം ക്രിയേറ്റിവിറ്റിയും കൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലൊരു മെസ്സേജാണ് നൽകുന്നത്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക.
ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് പടം വരയ്ക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാട്ടുപാടുന്നതായിരിക്കാം, ഡാൻസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് കഴിവുകളുണ്ട്. അതായത് നിങ്ങളുടെ സോള് കൊണ്ടുവന്ന കഴിവ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതായത് ഇപ്പോൾ ഒരേ കാര്യം തന്നെ ഇങ്ങനെ സദാസമയം ആലോചിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്, അവരുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെ വിട്ട് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാകാം. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഏതൊരു സാഹചര്യമാണെങ്കിൽ പോലും അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ നിങ്ങൾ സദാസമയം ആലോചിച്ചിരിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്തു കടക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മാസ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മാസ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. നമ്മളാണ് നമ്മളുടെ മാസ്റ്റർ. അപ്പോൾ പുറത്ത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ശക്തികളില്ല എന്ന് മനസ്സിലാക്കുക. നമ്മളാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടത്. നമ്മളുടെ മനസ്സിനെ തീർച്ചയായിട്ടും നിയന്ത്രിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നമ്മൾ സ്വയം നിയന്ത്രിക്കുക. സ്നേഹവും സന്തോഷവും സമാധാനവും അങ്ങനെയുള്ള സോളിൻ്റെ യഥാർത്ഥ ഗുണങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോഴാണ് ഒരു അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ അബൻഡൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾക്ക് ധാരാളം പൈസ അല്ലെങ്കിൽ ഒരുപാട് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ, അത് പൈസയായിട്ടാകാം. അപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിട്ടിരുന്ന് വളരെയധികം പോസിറ്റീവായിട്ട് നമ്മുടെ ചിന്തകളൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ വളരെ കൂളായിട്ടിരിക്കാൻ ഒന്ന് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് ധാരാളം പൈസ വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. പക്ഷെ നമ്മുടെ തോട്ട്സ് കൊണ്ട്, അതായത് എനിക്കിത് പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കതില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ തീർച്ചയായിട്ടും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ മാറ്റി നിങ്ങളുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ മാറ്റി നിങ്ങളൊന്നിരുന്നാൽ തീർച്ചയായിട്ടും ഈ സമയം ഒരു അബൻഡൻസ് ആണ് വരുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്ട്രെസ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ ആവശ്യമില്ലാതെ മനസ്സിന് കടിഞ്ഞാണില്ലാതെ ഓടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നമുക്ക് നോക്കിയാൽ കാണാം, അതിലൊരു മങ്കിയെ കാണാം അല്ലേ. അപ്പോൾ ഈ ഒരു മങ്കി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് അത് നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അങ്ങനെ ഇപ്പോൾ സമാധാനിക്കേണ്ട, അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കേണ്ട എന്ന് നമ്മളുടെ ഉള്ളിലുള്ള മനസ്സിങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മളതിനെ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഇവിടെ ചില ആൾക്കാർ ഇതൊന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നൊരു എനർജിയുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ പ്രാണായാമമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ കുറേ സ്ട്രെസ്സൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്ര സ്ട്രെസ്സിലിരുന്നാലും നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ
നമ്മുടെ ആദ്യത്തെ ആ ഒരു തോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. എങ്ങനെയെന്നാൽ, ഞാൻ ഏറ്റവും സന്തോഷത്തിലാണ്, ഞാൻ ഏറ്റവും സമാധാനത്തിലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അങ്ങനെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അഫർമേഷൻസ് നമ്മളോട് തന്നെ പറയുക. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റാത്തത് അത് നിങ്ങൾ കാരണമാണ് പലപ്പോഴും. കാരണം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് തീർച്ചയായിട്ടും പോകുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ പോകേണ്ടി വരുന്നത് കൊണ്ടാണ് നമുക്കൊരു തരത്തിലുമുള്ള സന്തോഷമോ സമാധാനമോ അനുഭവിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യത്തെയും നമ്മൾ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ. അവിടെ നിന്നും നമുക്ക് എങ്ങോട്ടും ഒളിച്ചോടാൻ പറ്റുകയില്ല. ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ ഇവിടെ ഫുൾ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തും വരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ആവണം. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം നിങ്ങൾ ഇവിടെ വീണ്ടെടുക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു അബൻഡൻസ്, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പ്രൗഢിയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആത്മവിശ്വാസത്തോടു കൂടി നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഫലം നിങ്ങളിലേക്ക് തന്നെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്തായിരിക്കണമെന്ന് ആണ് പാസ്റ്റിൽ ആഗ്രഹിച്ചത്, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫിനാൻഷ്യലി നിങ്ങൾ ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്തിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളിവിടെ ഇൻഡിപെൻഡൻ്റ് ആകുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.